إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 183-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, പ്രത്യേകിച്ച് റമദാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ മെമ്പറുകളിൽ നിന്നും സാധാരണയായി കേൾക്കാറുള്ള ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ,
കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുൻപുള്ള ജനവിഭാഗങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി, തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും വിശുദ്ധിയും ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ റമദാനിൽ ഉള്ള ഈ നോമ്പ് നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ വിശ്വാസികളായ സമൂഹങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിൻ്റെ അരികിൽ ഈ നോമ്പ് നിയമമായിരുന്നു. പക്ഷെ അവരിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ് റമദാൻ എന്നുള്ളത്. അതിലേറ്റവും വലിയ പ്രത്യേകത സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ തഖ്വ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സുകളും ശരീരങ്ങളും ഒക്കെ ഒരു കരുതലോടുകൂടിയാണ് ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ ജീവിക്കുക. ഇന്നലെ വരെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ നോമ്പിന്റെ പകലുകളിൽ തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഹറാമും ഹലാലും എന്താണ് എന്നുള്ളത് മറ്റൊരു വശം. അതിനഡിക്റ്റായ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ നോമ്പിന് വേണ്ടി അത് മാറ്റിവെക്കും. ഭക്ഷണപാനീയങ്ങൾ നമ്മൾ സാധാരണ കഴിക്കുന്നതാണ്, പക്ഷേ നോമ്പ് കാരണത്താൽ ശ്രദ്ധയോടെ നമ്മളത് മാറ്റി നിർത്തും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ജീവിതത്തിൽ ഒരു സൂക്ഷ്മത, ഒരു ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത? മറ്റുള്ള ഇതര 11 മാസങ്ങളിലേക്ക് ഏത് നിലയിലാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാസമാണിത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചൊരു മാസമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിനെ ധാരാളമായി പാരായണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസുകളും ഉപദേശങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആനിന്റെ മാസമാണ്. ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതര വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റമളാനിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് എന്നുള്ളത് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റമളാൻ നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അതിലേറ്റവും വലിയ അനുഗ്രഹം ഞാനും നിങ്ങളും ഈ റമളാനിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യത്തോടെ, രോഗങ്ങളൊന്നുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നോമ്പനുഷ്ഠിക്കണമെന്നുള്ള നിയ്യത്തോടു കൂടിയാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു നിഅമത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിലേക്ക് ആയുസ് നീട്ടിത്തന്നു എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത നോമ്പിൻ്റെത്, ഇത് കാരുണ്യത്തിന്റെ മാസമാണ്. ഷഹ്റുർ റഹ്മത്തി വൽ ഗുഫ്റാൻ, നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്ന
കാരുണ്യത്തിന്റെ മാസമാണ് റമദാൻ എന്നുള്ളത്. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെ കുറിച്ച് പടച്ചോനെ സംഭവിച്ചു പോയല്ലോ, പുറത്തുകൊണ്ട അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള മനസ്സ് ഞാനും നിങ്ങളും കാണിക്കുന്നത് കൊണ്ട് ഇത് ഷഹ്റു തൗബത്തി വർ-റിദ്വാൻ, തൗബയുടെയും റബ്ബിന്റെ കാരുണ്യത്തിന്റെയും മാസമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിനെ കുറിച്ച് നമുക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അത് ഷഹ്റുൽ അത്ഖ് മിനൻ നീറാൻ, നരകമോചനത്തിന്റെ മാസമാണ്. മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് ഷഹ്റു തനസ്സലു ഫീഹി റഹ്മാത്ത്, കാരുണ്യവാനായ റബ്ബിന്റെ അരികിൽ നിന്നുള്ള ധാരാളം കാരുണ്യങ്ങൾ, കരുണകൾ ഭൂമിയിലേക്ക് വർഷിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന മാസമാണ്. അവന്റെ പാപങ്ങൾ ധാരാളമായി പൊറുക്കപ്പെടുന്ന മാസമാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള റമദാൻ, ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു ഹദീസ്, വാനലോകത്ത് നിന്ന് ഒന്നാമത്തെ റമദാൻ വന്നു കഴിഞ്ഞാൽ വാനലോകത്ത് നിന്നും ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ വിചാരിക്കുന്ന ആളുകളെ മുന്നോട്ട് വരൂ, കൂടുതൽ നന്മയിലേക്ക് മുന്നോട്ട് വരൂ എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്നെയുമല്ല, ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തിൽ ജിന്ന്, പിശാചുക്കളും ജിന്നുകളും ബന്ധിതരാകും. അതുപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ അടച്ചിടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പാപങ്ങൾക്കുള്ള ചാൻസ് ഇല്ല, തന്നെയുമല്ല നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ മുഴുവനും കൊട്ടിയടക്കപ്പെടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യുഫ്തഹ മിൻഹാ ബാബുൻ, റമദാൻ കഴിയുന്നതുവരേക്കും ആ കൊട്ടിയടക്കപ്പെട്ട വാതിലുകളിൽ നിന്ന് ഒരെണ്ണം പോലും തുറക്കുകയില്ല. അത്രമാത്രം പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായി തീരുന്നതിന് വേണ്ടി തെറ്റുകളുടെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടുന്ന പരിശുദ്ധമായ ഒരു മാസമാണ്. മനുഷ്യരെ പിഴപ്പിക്കുന്ന പിശാചുക്കൾ ബന്ധിതരായി തീരും. സാഹചര്യങ്ങൾ മുഴുവനും അവനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യങ്ങൾ മുഴുവനും ഇല്ലാതായി തീരും. ഇന്നലെ വരെ തോന്നിയ പോലെ ജീവിച്ച ഒരുത്തിനാണെങ്കിലും ഇത് നോമ്പാണ്, ഇത് റമദാനാണ്, എനിക്ക് നോമ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി അവൻ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടാൻ ശ്രദ്ധിക്കും. തന്റെയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഫതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിന്. ആ 8 കവാടങ്ങളും അത് തുറന്നു മലർത്തിയിടപ്പെടുകയാണ്. ഫലം യുലഖ് മിൻഹാ ബാബുൻ, ഒരു വാതിലും അതിൽ നിന്ന് അടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതെല്ലാം ഇത്രമാത്രമെല്ലാം അനുഗ്രഹങ്ങളുള്ള പരിശുദ്ധ റമദാൻ. ആ റമദാൻ ആയി കഴിഞ്ഞാൽ ആ വാനലോകത്തു നിന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്, നന്മ ആഗ്രഹിക്കുന്നവരെ, നന്മ കാക്ഷിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന വാക്കുകളാണുള്ളത് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. തന്നെയുമല്ല റസൂലുള്ളാഹി പറയുകയാണ്, വലില്ലാഹു ഇത്ഖാഉം മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നരകമോചനത്തിന്റെ മാസമാണത്. വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രികളിലും, റമദാനിന്റെ രാവുകളിൽ, പാതിരാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളവരായ ആളുകൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുകയും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതായ മാസമാണ്. ആ ഒരു അവസ്ഥ എല്ലാ റമദാനിന്റെ രാത്രികളിലും ഉണ്ടാവും എന്നുള്ളതാണ്. തന്നെയുമല്ല, ഈ റമദാനിന്റെ മറ്റൊരു പ്രത്യേകത, ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ചെയ്താൽ അവന് ലഭിക്കുന്ന അമലുകൾ മുഴുവനും സംയോജിപ്പിച്ചാൽ
എത്രമാത്രം ഉണ്ടാകുമോ അത്രയും പുണ്യങ്ങൾ ഒരേ ഒരു രാത്രി കൊണ്ട് വാരിക്കൂട്ടാൻ പറ്റുന്ന അത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു രാത്രി റമദാനിലുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്കത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ രാത്രി ഉള്ളത് ഈ റമദാനിലാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതെല്ലാം ഈ റമദാനിന്റെ ശ്രേഷ്ഠതകളാണ്. ഈ റമദാൻ മുഴുവനും വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ദിനങ്ങളാണുള്ളത്. രാവാകട്ടെ പകലാവട്ടെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും അവൻ നോമ്പുകാരനാണെങ്കിൽ അവന്റെ പ്രാർത്ഥനകൾക്ക് മുഴുവനും ഉത്തരം ലഭിക്കപ്പെടുകയാണ്. എന്നിട്ടും അതിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയങ്ങളെ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ലാ യുറദ്, ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ സുഹൂറിന്റെ സമയം, അത്താഴത്തിന്റെ സമയം, ആ സമയം ആരെങ്കിലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അത്രമാത്രം ശ്രേഷ്ഠകരമായ സമയങ്ങളുള്ള മാസമാണ്. തന്നെയുമല്ല, അത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയതാണ്, ഏറെ പുണ്യകരമാണ്. ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കൽ അവന്റെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റാനാണ്. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയവരാണ്. പക്ഷേ എങ്കിലും ആ പ്രഭാതത്തിന്റെ സമയം അവൻ തന്റെ ഉറക്കത്തെ വെടിഞ്ഞുകൊണ്ട് ആ ഒരു പുണ്യകരമായ ആ ഒരു സൗഭാഗ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുക, അങ്ങനെ ഒരൽപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറെ ബർക്കത്തുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അത് വയറ് നിറക്കുന്നതിന് വേണ്ടിയല്ല. രാവുകളിൽ നമ്മൾ ധാരാളമായി ഭക്ഷണം കഴിച്ച് ഇനി എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബർക്കത്താണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും ആ ബർക്കത്ത് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നാണ്. അല്ലാതെ വിശപ്പ് മാറി നേരം ഉച്ചവരേക്കിന് ഉള്ളത് ലോഡാക്കുന്ന ഒരു ചിന്താഗതിയല്ല വേണ്ടത്. മറിച്ച് അത് ബർക്കത്താക്കപ്പെട്ട ഒരു സമയമാണ്. ആ ഭക്ഷണത്തിൽ പോലും നമുക്ക് പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എപ്പോഴാണ് ഒരു വിശ്വാസി അത്താഴം കഴിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ചില ആളുകൾ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ആ സമയത്ത് ഭക്ഷണം കഴിക്കും. അവരുടെ വാക്കുകൾ എന്താണ്, ചിന്താഗതി എന്താണ്? ആ തിന്നതൊക്കെ നേരം വെളുക്കുമ്പോഴേക്കിനും വിശക്കണം, പൈച്ച് വയറ് കാലിയാവണം, എങ്കിലേ നോമ്പ് ശരിയാവുള്ളൂ. ഇങ്ങനെ ശരീരത്തിനെ പീഡിപ്പിക്കുന്ന ആ ഒരു ചിന്താഗതി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ നിന്ന്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമാണത് എന്ന് ഹദീസിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഏറ്റവും പ്രസിദ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാധാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 3-ാം യാമത്തിൽ 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ സമയമാണ് സുഹൂറിന്റെ സമയം എന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കുന്തു അസ്തഹിറു ഫീ അഹ്ലി, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് അത്താഴം കഴിക്കും. ثم يكون سرعة بي أن أدرك الصلاة الفجر مع رسول الله صلى الله عليه وسلم. എന്നിട്ട് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ധൃതിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ധൃതിയിൽ പോകാറുണ്ടായിരുന്നു. അത്രമാത്രം അടുത്താണ്, സുബഹി നമസ്കാരത്തിന്റെ തൊട്ടടുത്തായി കൊണ്ടാണ് അത്താഴം കഴിക്കേണ്ടുന്ന സമയം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ കാണാം, തസഹർനാ മഅ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. ثم قام الى الصلاه, അത്താഴം കഴിഞ്ഞ ഉടനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും. അപ്പോ ഈ സഹാബി ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ റാവിമാരിൽപ്പെട്ട താബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അതിന്റെ സമയം എത്രയായിരുന്നു? ആ നമസ്കാരത്തിന്റെയും കംകാന ബൈനൽ അദാനി വസ്സുഹൂർ, നിങ്ങളുടെ സുഹൂറിനും അത്താഴം കഴിക്കലിനും ഇഖാമത്തിനും അതുപോലെ ബാങ്കിന്റെയും ഇടയിലുള്ള സമയം എത്രയായിരുന്നു
എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഖദ്റ 50 ആയ, ഏകദേശം 50 ആയത്ത് ഓതുന്ന സമയമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്താഴം കഴിക്കുക എന്നുള്ളത് ഏറെ ബർക്കത്താക്കപ്പെട്ടതാണ്. ആ ബർക്കത്ത് നമ്മൾ എടുക്കുക, അത് വൈകിപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതും കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽ വുജൂബുൻ നിയ്യത്തു ഫീ സിയാമിൽ ഫർള് ഖബ്ല അൽ ഫജ്ർ, സുബ്ഹി നമസ്കാരത്തിന് മുൻപ് നിർബന്ധമായും അവൻ നിയ്യത്ത് വെക്കണമെന്നാണ്. വേണമെങ്കിൽ ഒരു മാസത്തിന് മുഴുവനും നമുക്ക് നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് നിയ്യത്തുണ്ടാവാം, ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെ നോമ്പാണ്. അല്ലാതെ ഒന്നുമില്ലാതെ അങ്ങനെ കടന്നുറങ്ങി എന്നിട്ട് രാവിലെ നീച്ച് ആ സമയത്ത് പിന്നെ സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് അത്താഴത്തിനും നീക്കൂല, എല്ലാവർക്കും നോമ്പാ, ഇന്ന് എനിക്കും നോമ്പാ, ഇത് ഫർദ് നമസ്കാരങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് അത് സുബഹി നമസ്കാരത്തിന് മുൻപുണ്ടായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ ലം യജ്മഇ സിയാമു ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു, സുബഹി നമസ്കാരത്തിന് മുൻപ്, ഫജ്റിന് മുൻപ് ആരെങ്കിലും നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ധൃതി കാണിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസാലുൻ നാസു ബിഖൈറിൻ മാ അജ്ജലൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ മുഴുവനും നന്മയിലാണ്. ഇതാണ് വേണ്ടത്. ആ സമയമായി കഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്ന ആ സമയമായി കഴിഞ്ഞാൽ, ബാങ്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോമ്പ് നമ്മൾ തുറക്കണം. ഏതായാലും ഇത്രയും പട്ടിണി കിടന്നില്ലേ, ആ നോമ്പ് ബാങ്ക് കഴിഞ്ഞോട്ടെ എന്നൊക്കെ നമ്മുടെ വീട്ടിലെ പ്രായമേറിയവരായ ആളുകൾ അവർ മനസ്സിലാക്കി വെച്ച വിശ്വാസങ്ങൾ അങ്ങനെയായിരുന്നു. അതായിരുന്നു അവരെ പഠിപ്പിച്ചിരുന്നത്. അന്ധമായ ഇത്തരം ചിന്താഗതികളൊക്കെ മാറ്റിയെടുക്കണം നമ്മൾ നല്ല നിലയിൽ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇങ്ങനെയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചത് റബ്ബിന് വേണ്ടിയാണ്. ആ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നോൽക്കുമ്പോ അതില് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ ഈ നോമ്പ് പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് നൽകുകയാണ് സഹോദരങ്ങളെ. അപ്പൊ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ നോമ്പിലേക്ക് പ്രവേശിക്കണം. അതുപോലെ തന്നെ നോമ്പുകാരൻ അവന് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുവദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മുൻകഴിഞ്ഞ സമൂഹത്തിൽപ്പെട്ടവരായ ആളുകൾക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നു, അതവരുടെ ശരീഅത്തിലുള്ളതായിരുന്നു. നോമ്പുകാരനാണെങ്കിൽ മിണ്ടാൻ പാടില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ അതോടൊപ്പം അവൻ ചീത്ത വാക്കുകള്, ചീത്ത പ്രവർത്തനങ്ങള്, തോന്നിവാസപരമായ പെരുമാറ്റങ്ങള്, ഇതൊന്നും ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാവുകളും നമ്മുടെ മനസ്സുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ശുദ്ധമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി എല്ലാ നിലയിലും ഇത് പടച്ചവന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടണം. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ എന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ള ഒരു അവസരമായി തീർക്കണം എന്ന് ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പല സൗകര്യങ്ങളും പല ആവശ്യങ്ങളും നമ്മൾ പിടിച്ചു വെക്കേണ്ടി വരും. അതാണ് നോമ്പ്. ഇംസാക്കാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ പിടിച്ചു വെക്കലാണ് നോമ്പ് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ, എല്ലാ നിലയിലും പരിശുദ്ധമായ നിലയിൽ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു പ്രവേശമാണ് ഞാനും നിങ്ങളും പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അവസരങ്ങളാണ്, നഷ്ടപ്പെടുത്താതെ ആ കൂടുതൽ പുണ്യങ്ങളിലേക്ക് എങ്ങാനും ഒരു സ്വലാത്തിന്റെ ജീവിതത്തിൽ കൂടുതൽ വരാൻ, ഒരു നമസ്കാരത്തിന് ജമാഅത്തിന് എന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ നിലയിലായിരിക്കണം. അല്ലാതെ
എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത് പോലെ എല്ലാവരും അങ്ങാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ പള്ളിയിലേക്ക് എല്ലാവരും പോണ് കാണുമ്പോൾ എന്നാ കിടക്കട്ടെ ഒരു മഗ്‌രിബിക്ക് അല്ലെങ്കിൽ ഒരു ഇശാക്ക്. ചില ആളുകൾ ഫർള് നമസ്കാരത്തിന് ഒരിക്കലും വരില്ല, എന്നിട്ട് തറാവീഹ് നമസ്കാരത്തിന് ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. അവിടെ നിർദ്ദേശങ്ങളുണ്ടാവും, കുട്ടികളോട് വേഗം പോകാൻ പറയും, ഒച്ചുണ്ടാക്കരുത് എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എല്ലാറ്റിനും ഇടപെടുന്നവരായ ആളുകൾ. ഫർളില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് സുന്നത്താണോ അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം വേണ്ടത് 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ, അത് അല്ലാഹുവിന്റെ ഭവനത്തിലാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇളവ് പറയാനുള്ള, അതിന് മാത്രമുള്ള ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ജോലിയാവാം, അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലില്ലാത്തതാവാം. അങ്ങനെയുള്ള അവസരങ്ങളിലല്ലാതെ ഒരു വിശ്വാസിയെ വീട്ടിലിരുന്ന് സംസാരിച്ച് അങ്ങാടിയിൽ നിന്ന് നേരം കളഞ്ഞ് ജമാഅത്ത് നമസ്കാരങ്ങളെ നമ്മൾ അവഗണിച്ചു കളഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം രാത്രി വെറുതെ അവൻ ഉറക്കമൊഴിക്കുന്നു എന്ന് അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ ഇല്ല ദഹർ. എത്ര രാത്രി നമസ്കാരമാണ്, അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് അവർക്ക് കുറെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. ഫർദിന് പള്ളിയിൽ വരില്ല, രാത്രി തറാവീഹിന് വലിയ സജീവമാണ്. ഇതൊന്നുമല്ല വേണ്ടത്. സഹോദരിമാരും ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്, അവസരങ്ങളുണ്ട്. വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിക്കണമെന്നല്ല, സാഹചര്യങ്ങളാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക്. പള്ളിയിൽ വന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലെ പുണ്യങ്ങൾ വാരിക്കൂട്ടാം. നിങ്ങൾക്ക് ഇളവുകളുണ്ട്, ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവസരങ്ങളാണ്, അത് മനസ്സിലാക്കണം. ഒരുപാട് പള്ളികൾ നമ്മുടെ നാടുകളിലുള്ള ചുറ്റുപാടുകളിലൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള പള്ളികൾ 5 വക്തിനും പള്ളികളിലേക്ക് ജമാഅത്തിന് വരുന്ന സഹോദരിമാരെ കാണാം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, കേവലം ഒരു വെള്ളിയാഴ്ച മാത്രം ഒന്ന് തലകാട്ടി പോകുന്ന പ്രവണതയാണോ, അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരത്തിനുള്ള സജീവത മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ? എന്ത് മാറ്റമാണ് സഹോദരിമാരെ നമുക്ക് ഈ റമദാൻ കൊണ്ടുണ്ടായിത്തീരുക? ഇതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. സാധിക്കുന്ന സമയങ്ങളിൽ ജമാഅത്തിന് പറ്റുമെങ്കിൽ വരാൻ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെ എല്ലാ നിലയിലും ഈ റമദാൻ നമുക്കൊരു മാറ്റമാവട്ടെ, ഒരു പ്രതീക്ഷയാവട്ടെ, അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള അടുക്കുവാനുള്ള അവസരമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.